ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ശാന്തിവിള ദിനേശിൻ്റെ ഒരു വീഡിയോയെ കുറിച്ചാണ് റിയാക്ഷൻ ഉള്ളത്. പക്ഷേ ശാന്തിവിള ദിനേശിൻ്റെ വീഡിയോ അല്ല എടുത്തിരിക്കുന്നത്. അയാൾ BR പ്രസാദ് എന്ന ഗാനരചയിതാവിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. BR പ്രസാദ് മരിച്ച സമയത്താണ് ചെയ്തത്. ജനുവരിയിലാണ് ഈ സംഭവം. ജനുവരി 4-ാം തീയതിയാണ് BR പ്രസാദ് മരിക്കുന്നത്. ആ സമയത്താണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ശാന്തിവിള ദിനേശ് സിനിമയുടെ പിന്നിലുള്ള കഥ പറയുന്ന ആളാണ്. സിനിമയുടെ പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആളുകൾക്ക് കേൾക്കാൻ സുഖം തോന്നുന്ന ചില സംഭവങ്ങളെടുത്ത് സംസാരിക്കുക. ഇതാണ് ഇയാളുടെ പണി. അതല്ലാതെയും 1-2 പേരുണ്ട് കേട്ടോ. ആലപ്പി അഷ്റഫ് ഉണ്ട്, പിന്നെ വേറൊരു ജോസ് പെല്ലിശ്ശേരി. ഇവരെല്ലാവരും കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഇമ്പം തോന്നുന്ന അല്ലെങ്കിൽ വിവാദം തോന്നുന്ന കഥകളാണ് സ്ഥിരമായിട്ട് പറയാറുള്ളത്. എന്തായാലും ആയിട്ട് അതിനെക്കുറിച്ചാണ് നമ്മളുടെ വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിക്കുമ്പോൾ ഇയാളുടെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ഇയാൾക്ക് ചില കാര്യങ്ങൾ അറിയാം, ചില കാര്യങ്ങളുടെ ഏകദേശം രൂപ അറിയാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇയാളൊരു കഥയും കട ഉണ്ടാക്കിയിട്ട് പറയാണ് ചെയ്യുന്നത്. പക്ഷേ സിനിമാ മേഖലയിൽ ആരും ഇയാൾ പറയുന്നതിന് പ്രത്യേകിച്ച് പ്രതികരണമായിട്ടൊന്നും വരാറില്ല. അങ്ങനെ വരാത്തത് കൊണ്ട് ഇയാൾ പറയുന്നതാണ് ശരിയെന്ന് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ BR പ്രസാദിന്റെ ഭാര്യ ബിദു കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഇയാൾ ചെയ്ത വീഡിയോയ്ക്കുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഫീഡിൽ വരാനുള്ള കാരണം ഞാൻ സ്ഥിരമായിട്ട് സഫാരി TVയിൽ BR പ്രസാദും സന്തോഷ് ജോർജ് കുളങ്ങരയും തമ്മിലുള്ള സംഭാഷണം കേൾക്കുന്ന ഒരാളാണ്. നല്ല രസകരമായ മനോഹരമായ ഭാഷയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ആ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്, കണ്ടു തന്നെ വീണ്ടും കാണാറുണ്ട്. അതുകൊണ്ടായിരിക്കും തോന്നുന്നു ഈ ഒരു സംഭവം എൻ്റെ ഫീഡിൽ കയറി വന്നത്. അപ്പോൾ 2004 ഇദ്ദേഹം മരിച്ച സമയത്ത് നമ്മളുടെയൊക്കെ നാട്ടിലൊരു പ്രയോഗമുണ്ട്. മരിച്ചു മൂടിയ മണ്ണ് ഒന്ന് ഉണങ്ങുന്നതിനേക്കാൾ മുമ്പ്, അതിൻ്റെ നനവ് മാറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ചിതയിൽ വെച്ചാണ് ദഹിപ്പിക്കുന്നതെങ്കിൽ ആ ചിതയൊന്ന് അണയുന്നതിന് മുമ്പ് എന്നൊരു പ്രയോഗമുണ്ട്. അതേപോലെ ഈ BR പ്രസാദിന്റെ ചിതയൊന്ന് അണയുന്നതിന് മുമ്പ് ഇയാൾ പരദൂഷണമായിട്ട് ഇറങ്ങി. സംഭവം ഇയാളുടെ ഒരു സിനിമയുണ്ടല്ലോ, വിശ്വവിഖ്യാതമായ ബംഗ്ലാവിൽ ഔദ. ആ സിനിമയ്ക്ക് വേണ്ടി വരികൾ എഴുതാനായിട്ട് BR പ്രസാദാണ് പോയത്. BR പ്രസാദ് അന്നേരം ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുണ്ട്. ജലോത്സവത്തിലെ കേരനിരകളാടും എന്ന പാട്ട്, അതേപോലെ തന്നെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ പാട്ടുകൾ. അങ്ങനെ ഹിറ്റ് ഗാനങ്ങൾക്ക് വരി എഴുതിയ വ്യക്തിയാണ് ഈ ബംഗ്ലാവിൽ ഔദയ്ക്കും വരി എഴുതാൻ വന്നിരിക്കുന്നത്. ആ സമയത്തുണ്ടായ ചില സംഭവങ്ങളാണ്, എന്ന് വെച്ചാൽ BR പ്രസാദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ദിനേശൻ പറയുന്നത്. അതിനുള്ള പ്രതികരണമാണ് വിധു നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 ആരോപണങ്ങളാണ് ഉള്ളത്. ആ 3 ആരോപണങ്ങൾക്ക് അവർ പറഞ്ഞ മറുപടിയും അതിനു മുന്നേ ആരോപണങ്ങളായിട്ട് നമുക്ക് സംസാരിച്ച് പോകാം. അതിനു മുമ്പ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യം വരികൾ എഴുതാൻ തീരുമാനിച്ചിരുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. സംഗീത സംവിധാനം ചെയ്യാൻ തയ്യാറായത് ജയചന്ദ്രനാണ്. ജയചന്ദ്രന്റെ അമ്മ ആ സമയത്ത് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളിൽ പെട്ടുകൊള്ളുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പാട്ട് സംഗീതം ചെയ്യണം മാനസികാവസ്ഥയിലായിരുന്നില്ല ജയചന്ദ്രൻ. അതുകൊണ്ട് കുറച്ച് സാവകാശം ജയചന്ദ്രൻ ചോദിച്ചു. വരികൾ എഴുതേണ്ടിയിരുന്ന ഗിരീഷ് പുത്തഞ്ചേരി വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി ദേഷ്യപ്പെട്ടു എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. അതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പ് നടത്തിയാണ്. അയാൾ വെള്ളമടിച്ച് ചിലപ്പിരിക്കുന്ന സമയത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ഈ ശാന്തിവിള ദിനേശിന് ഒരു സമാധാനം വരില്ല. അദ്ദേഹം ചൂടായി പറഞ്ഞു, നിന്റെയൊക്കെ സൗകര്യത്തിന് പാട്ട് തന്നെ ഇരിക്കുന്ന ഞാനല്ല, അതിനുവേണ്ടി തിരുവനന്തപുരത്തുള്ള വേറെ വല്ലവന്മാരെ നോക്കിക്കോ എന്ന് പറഞ്ഞു. പിന്നെ വേറെ വല്ലവർ ആരാണെന്ന ചോദ്യമുണ്ടായെന്നും പിന്നീട് അദ്ദേഹത്തിന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണെന്ന രീതിയിൽ അത് കോംപ്രമൈസ്ഡ് ആയെന്ന് പറയുന്നു. ശാന്തിവിള ദിനേശ് ഇനിയൊരു പടം ചെയ്യുകയാണെങ്കിൽ അതിൽ വരികൾ എഴുതാൻ തയ്യാറാണെന്ന് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാഗ്യം കൊണ്ട് അങ്ങനെ രണ്ടാമതൊരു പടത്തിന് വരി എഴുതേണ്ടി വന്നില്ല. അങ്ങനെയാണ് BR പ്രസാദ് എഴുതാൻ വേണ്ടി വരുന്നത്. BR പ്രസാദിനെ ജയചന്ദ്രൻ ഈ ഈണങ്ങൾ കേൾപ്പിക്കുന്നു, അത് കാസറ്റിലേക്ക് കൊടുക്കുന്നു. ഈണങ്ങൾ ഇട്ട സമയത്ത് തന്നെ ചില വരികൾ കൂടി ചേർത്തിട്ടാണ് ജയചന്ദ്രൻ അങ്ങനെ ഈണം ഇട്ടത്. അത് ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്, ചില വരികളൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആദ്യത്തെ പാട്ട് കൊടുത്തു. ആദ്യത്തെ പാട്ട് കൊടുത്തതിൽ ഈ കുറച്ച് വരികൾ ചേർത്ത് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ജയചന്ദ്രൻ. ആ വരികൾ വെച്ച് തന്നെ അതിൽ ചില വരികൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ BR പ്രസാദ് പറഞ്ഞു, സത്യത്തിൽ ആ വരികൾ കൊള്ളാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചേർത്ത് വെച്ചതാണ്, അത്രയും ചെയ്യേണ്ടി വന്നുള്ളൂ എന്ന് പറഞ്ഞ് ആദ്യത്തെ പാട്ട് കൊടുത്തു. രണ്ടാമത്തെ പാട്ട് സമയത്തിന് കൊടുത്തില്ല. ഇയാൾ പറയുന്നത് 2-3 ദിവസമായിട്ടും പാട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് ഇയാളുടെ ആദ്യത്തെ പരാതി. അതിനുള്ള വിധുവിന്റെ മറുപടി നോക്കി കേട്ടിട്ട് വരാം. അവർ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് വരികളുണ്ടാവും. അതിങ്ങനെ ചെവിയിലിട്ട് കേട്ട് നമുക്കിത് നന്നായിട്ടറിയാം. ആ മ്യൂസിക് നമുക്ക് ഇട്ട് തന്നാൽ അതിങ്ങനെ ചെവി വെച്ച് കേട്ടോണ്ടേയിരിക്കും. വേറെ ഒന്നിലും ഒരു ശ്രദ്ധയില്ല. എല്ലാ പാട്ടെഴുത്തുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ ആ ഒരു ഇതാരും അറിയുന്നില്ല. നമ്മളെല്ലാം കാണുന്നത് മ്യൂസിക് ചെയ്ത് ഈ പാട്ട് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം അത് ഭംഗിയോടെ കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു എഫക്റ്റ് അറിയത്തില്ല. അതിലാണ് അദ്ദേഹം പറഞ്ഞത് 15,000 രൂപ വാങ്ങിയെന്നുള്ളൂ.
എത്ര ദിവസത്തെ മെനക്കേട്, എത്ര മണിക്കൂർ എല്ലാം വിട്ടിരുന്നിട്ട് ഇതിൽ മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലോ അല്ലെ പുറം ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയുന്നില്ല. ഇതാണ് വിധു പറഞ്ഞ മറുപടി. ശാന്തിവിള ദിനേശന്റെ പരാതി 2-3 ദിവസമായിട്ടും കൊടുത്തിൽ അവസാനം ഇയാൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ്. അതായത് നമുക്ക് പിന്നീട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് അടുത്ത ദിവസം പോകുന്ന സാഹചര്യത്തിലേക്ക് സംസാരം എത്തിച്ചു എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. 2 ദിവസമായിട്ട് വരികൾ കൊടുത്തില്ല. ഇവര് പറയുന്നത് കൃത്യമായിട്ട് ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഈ പാട്ട് എഴുതുക അല്ലെങ്കിൽ വരികൾ എഴുതുക, ഒരു ക്രിയേറ്റീവായ കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നാടകരചനയായാലും സിനിമാ രചനയായാലും. ഇപ്പം നമ്മൾ ഉദയനാണ് താരം എന്ന സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു നല്ല ക്ലൈമാക്സ് കിട്ടാൻ വേണ്ടി എത്ര ദിവസമാണ് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ സിനിമയിലെ 56 സീനുകളിൽ 50 സീനും എഴുതി തീർത്തിട്ടുണ്ടാകും. ക്ലൈമാക്സിന് വേണ്ട 6 സീനായിരിക്കും ചിലപ്പോൾ എഴുതാനായിട്ട് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുന്നത്. അങ്ങനെ ഒരു നല്ല വരി കിട്ടാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും എഴുതുന്നവർക്ക് നേരിടേണ്ടി വരാറുണ്ട്. 1000 കണ്ണുമായി എന്ന പാട്ടിനെ കുറിച്ച് ജെറി അമൽദേവ് പറയുന്ന ഒരു അനുഭവമുണ്ട്. അവർ നൊസ്റ്റാൾജിക്കായ ഒരു വരിക്ക് അല്ലെങ്കിൽ നൊസ്റ്റാൾജിക്കായ ഒരു ട്യൂണിന് വേണ്ടി കുറെ നേരം ആലോചിച്ചിരുന്നിട്ട് വളരെ യാദൃശ്യമായിട്ടാണ് ചങ്ങമ്പുഴയുടെ പാട്ടുകൾ, അത് ചങ്ങമ്പുഴയുടെ കൃതികളുടെ സമാഹാരത്തിൽ നിന്നാണ് ഇവരിത് കാണുന്നത്. അതിലെ ശ്യാമളയെ സഖി ഞാനൊരു വെറും കാനനത്തിലെ പൂവൽ എന്ന വരി കണ്ടപ്പോഴാണ് ഇവർക്ക് 1000 കണ്ണുമായി എന്ന പാട്ടിന് വേണ്ടി ഒരു തുടക്കം കിട്ടിയത്. ആ തുടക്കം കിട്ടുന്നത് വരെ പല രീതിയിൽ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം 3 ദിവസം കൊണ്ട് പാട്ട് കിട്ടിയില്ല. ചിലർ വിചാരിക്കും അയാൾക്കൂടി 10-12 വരി എഴുതണം, അല്ലെങ്കിൽ 10-16 വരി എഴുതണം, ഇതിനാണ് ഇത്ര സമയം എടുക്കുന്നത്. ഇത് നമ്മൾ കോപ്പി പുസ്തകത്തിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തീർക്കാം, 10-15 മിനിറ്റ് കൊണ്ട് തീർക്കാം. പക്ഷേ വരി നമ്മൾ ആലോചിച്ചെടുക്കണം. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇയാൾക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ബോധം ഉണ്ടാകേണ്ടതാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇദ്ദേഹം വരികൾ റെഡിയായോ എന്ന് അറിയുന്നതിന് വേണ്ടി ഹോട്ടൽ മുറി ചെല്ലുന്ന സമയത്തൊക്കെ ഈ ശാന്തിവിള ദിനേശ് കാണുന്നത് ബി.ആർ. പ്രസാദ് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ക്രൂരനായിട്ടാണ് ആ ഭാഗത്ത് ചിത്രീകരിക്കുന്നത്. അതിന് കാരണം ഇദ്ദേഹത്തിന് ചോര കാണുന്നത് വലിയ ഭയമാണ്. അതൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ പറയുന്ന കാര്യത്തിന് ക്രൂരത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇയാളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്ന വഴി ഈ മാടുകളെ കൊല്ലുന്നൊരു സ്ഥലമുണ്ട്. കൊല്ലേണ്ട മാടുകൾ നിർത്തിയിട്ടുണ്ടാവും. അവരുടെ മുന്നിലാണ് ഈ ഇറച്ചി കഷ്ണങ്ങൾ തുണ്ടം തുണ്ടമായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത്. അത് ദയനീയമായ കാഴ്ചയാണെന്ന് ഇദ്ദേഹം പറയുന്നു. എന്നിട്ടാണ് ബി.ആർ. പ്രസാദിന്റെ കാര്യം പറയുന്നത്. ബി.ആർ. പ്രസാദ് ഈ സയാമീസ് ഇരട്ടകളെ സർജറിയിലൂടെ വേർപെടുത്തി 2ആക്കി മാറ്റുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ക്രൂരമായ ആനന്ദം ബി.ആർ. പ്രസാദ് കണ്ടെത്തുന്നു എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ആ വീഡിയോ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ശാന്തിവിള ദിനേശ് ആ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് വിധു പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരു കാര്യം, സയാമീസ് ഇരട്ടകളുടെ ഇത് ഓപ്പറേഷൻ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നൊരു സംഭവം ചെയ്യണമെന്നുള്ളത്. അന്നേരമാണ് നമ്മുടെ തമിഴില് സൂര്യ സിനിമ ഇറങ്ങുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിലുള്ളത് വരെ. പക്ഷെ അതിൻ്റെ ഒരു ഇതായിരിക്കാം ചില സമയങ്ങളിൽ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെയുള്ളത്. അങ്ങനെയാണ് ഒരു പാട്ട് എഴുതണം, അല്ലെ ഒരു അങ്ങനെയാണെന്നുണ്ട്. ഇപ്പോൾ ഒരു കഥ എഴുതണമെന്ന് വെച്ചു, അപ്പം അതിൻ്റെ റിസർച്ചിന് വേണ്ടി വെച്ചിരിക്കുന്ന ബുക്കെല്ലാം എന്ത് ചെയ്യുമെന്ന് അറിയും. ആദ്യം ആ ബുക്കിൻ്റെ എല്ലാം പൊതിച്ചിൽ കളയും. എന്നിട്ട് വേറെ പേപ്പർ കൊണ്ടുവന്ന് അത് മുഴുവൻ പൊതിഞ്ഞ് അത് ഒട്ടിച്ച് അതിൻ്റെ ഓരോ സംഭവങ്ങൾ അങ്ങനെ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഈ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം കണ്ട ഒരു കുറ്റം അതാണ്. ആരെങ്കിലും അങ്ങനെ കാണുമോ? അതെങ്ങനെ എന്തെല്ലാം കണ്ടാൽ ഒരു മനുഷ്യനൊരു കഥ ഉണ്ടാക്കുന്ന അല്ലെ ഒരു പാട്ടുണ്ടാവുന്നത്. അതെല്ലാം നമ്മളൊന്നും ഇതൊന്നും അടുക്കി വെച്ചിട്ടുള്ളതല്ലല്ലോ. ഇതാണ് ഞാൻ പറയാം, ശാന്തിവിള ദിനേശ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, മറ്റേ സൈഡ് എന്താണെന്നൊന്നും കാണുന്നില്ല. പുള്ളി എന്നിട്ടൊരു കഥ അങ്ങോട്ട് പറയാണ്. സത്യത്തിൽ ആ കഥ കേൾക്കുന്നവരെന്താ വിചാരിക്കുന്നത്? എന്ത് ക്രൂരനായ മനുഷ്യനാ, സയാമീസ് ഇരട്ടകളെ വേർപെടുത്തുന്ന വീഡിയോ നിരന്തരം കാണുന്ന ക്രൂരനായ ഒരു വ്യക്തി എന്നൊരു പിക്ചറാണ് ആ വീഡിയോ കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത്. അതിന് മേമ്പടിയായിട്ടാണ് പുള്ളി അറവ് മാടുകളുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. സത്യം എന്താണ്? അദ്ദേഹം ഒരു കഥ എഴുതാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസർച്ച് എന്ന രീതിയിലാണ് ബി.ആർ. പ്രസാദ് കിളിച്ചുണ്ട മാമ്പഴം എന്ന സിനിമയ്ക്ക് വേണ്ടി വരികളെഴുതാൻ അദ്ദേഹത്തെ വിളിച്ചത്. അപ്പം ഇതൊരു മലബാർ പശ്ചാത്തലത്തിലുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറബിക് പുസ്തകങ്ങൾ വായിക്കുകയും ഖുറാൻ വായിക്കുകയും അതിലെ ചില കാര്യങ്ങൾ റെഫറൻസുകൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാട്ടിന് വേണ്ടി. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത് അതല്ല, ഒരു സാധാരണ രീതിയിലുള്ള പാട്ടാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആ രീതിയിൽ പാട്ടുകൾ എഴുതി. ഇത് മനസ്സിലാക്കാതെയാണ് ശാന്തിവിള ദിനേശ് ഇയാളൊരു ക്രൂരനായ മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നത്. ഇത് കേട്ടിട്ട് ആൾക്കാർ പറയുന്ന സത്യസന്ധനായ മനുഷ്യൻ, സിനിമയിൽ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ 3ാമത്തെ പരാതി 15,000 രൂപ ചോദിച്ചു മേടിച്ചു എന്നുള്ളതാണ്.
ബി ആർ പ്രസാദിന്റെ ചില രചനകൾ, ചില ഭാഗങ്ങൾ, ചില സിനിമകൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ സമ്മതിക്കുകയും, ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾക്കറിയാമല്ലോ, ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി, നയൻതാരയുടെ ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി ധനുഷ് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയിൽ സെക്കൻഡുകൾ മാത്രം വരുന്ന ഭാഗം ചോദിച്ചപ്പോൾ അതിന് കോപ്പിറൈറ്റ് ആയിട്ട് 10 കോടി രൂപയാണ് ചോദിച്ചത്. അത് അവർ തമ്മിലുള്ള ഫ്രിക്ഷനാണ്, അതെന്തെങ്കിലും ആട്ടെ. പക്ഷെ ഇദ്ദേഹം വളരെ സ്നേഹത്തോടെ സമ്മതിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഭാര്യ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് നോക്കാം. അത് 15,000 രൂപ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ മാനസികമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കൊണ്ട് റൂം എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പണി ചെയ്യിക്കുന്ന പോലെ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ കൂലിപ്പണിക്ക് വന്നാൽ ചെടിക്ക് വളമിടാനാണെങ്കിൽ നമ്മൾ പറയാം ഇതിനിട. ഒരു പാട്ട് എഴുതുന്ന ഒരാളോട് അത് അങ്ങനെയാണോ നമ്മൾ പറയാൻ പാടുള്ളൂ? നിങ്ങൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ഇങ്ങനെ അങ്ങ് ഛർദ്ദിച്ച് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. പിന്നെ അദ്ദേഹം ആരോപിച്ചത് ഈ 15,000 രൂപയാണ്. ഇന്നും ഞങ്ങൾ പറയുന്നത് ഈ 15,000 രൂപ കൊണ്ട് ഒരു ആളിന് 2-3 പാട്ട് എഴുതി കൊടുത്തിട്ട് 15,000 രൂപ കൊടുത്തതാണോ അദ്ദേഹം പറയുന്നത് ഏറ്റവും ചോദിച്ച് മേടിച്ചു എന്ന് പറയുന്നത്? അവസാനം ഇദ്ദേഹം വന്ന് ദേഷ്യപ്പെട്ടു, 3 ദിവസമായിട്ട് നിങ്ങളൊന്നും എഴുതിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിനനുസരിച്ചും ഡയറക്ടറുടെ ഫിലിം ചെയ്യാൻ പോകുന്ന ആളിൻ്റെയും ആ കഥയുടെയും മ്യൂസിക് ഡയറക്ടറുടെ എല്ലാം ഇതനുസരിച്ച് വേണ്ട ഒരാൾ വരികൾ എഴുതാൻ. അങ്ങനെയാണ് അവിടെ നിന്ന് പോരുന്നത്. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുമായിരുന്നു. അത് എഴുതി കൊടുത്തിട്ട് ഇനി എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇട്ട് മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടാണ് പൈസ ചോദിച്ചത്. അല്ലേ അതുപോലും ചോദിക്കാതെ എത്രയോ പേര് വിളിച്ചിട്ട് പോയിട്ട് വണ്ടിക്കൂലി പോലും ഇല്ലാതെ വന്നിട്ടുണ്ട്, കടം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ബി ആർ പ്രസാദ് അങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നവരായിട്ട് നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ കേട്ടിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഇയാളെ ഒന്ന് ചൊറിഞ്ഞപ്പോൾ ചൊറിഞ്ഞ ദേഷ്യത്തിന് പറഞ്ഞു. രണ്ടാമത്തെ പാട്ട് കിട്ടാതായപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ ഈ പാട്ട് പിന്നീടാണ് എടുക്കുന്നത്, ഇപ്പോൾ എടുക്കേണ്ട അത്യാവശ്യമില്ല, അപ്പം അതുകൊണ്ട് പിന്നീട് ഒന്ന് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബി ആർ പ്രസാദ് ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ശാന്തിയുള്ള ദിനേശ് ചെല്ലുമ്പോൾ കാണുന്ന ഇദ്ദേഹം തിരിച്ചു പോകാനുള്ള സമയം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ കടിച്ചതും കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടൊന്നും അവിടെ നിന്നിരുന്നത്. ബി ആർ പ്രസാദ് മാനസികമായിട്ട് ഇതിൽ നിന്ന് വിട്ടുപോരണം എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. ആ ദേഷ്യത്തിലായിരിക്കും മിക്കവാറും 15,000 ചോദിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അത് എനിക്കത് ഇത് പറയുന്നത് ശരിയാണെന്നാണ്. ഇനി അല്ല എങ്കിൽ തന്നെ ബി ആർ പ്രസാദിന് ആ സമയത്ത് മാർക്കറ്റുണ്ട്. അപ്പോൾ ആ മാർക്കറ്റുള്ള സമയത്ത് അയാൾ 15,000 ചോദിച്ചിട്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 5,000 കൊടുത്ത് ഒതുക്കാമെന്നൊക്കെ ചിലപ്പോൾ ശാന്തിയുള്ള ദിനേശ് വിചാരിച്ചിട്ടുണ്ടാവും. എന്ന് കരുതിയാൽ കൂടുതൽ പൈസ ചോദിച്ചത് ഒരു വലിയ കാര്യമല്ല. ഇതിനു മുമ്പുള്ള ഒരു ഭാഗത്ത് ഇവർ പറയുന്നുണ്ട്, ആ സമയത്ത് പല ഗാനരചയിതാക്കളും മേടിച്ചതിന്റെ 4/1 മാത്രമാണ് ഇദ്ദേഹം മേടിച്ചിരുന്നത്. പലർക്കും പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് പാട്ട് എഴുതി കൊടുത്തിട്ട് തിരിച്ചു വരാനുള്ള വണ്ടി പൈസ പോലും കിട്ടാത്തത് കൊണ്ട് ആരുടെ എന്തെങ്കിലും കടം മേടിച്ച് വന്നിട്ടുള്ള അവസ്ഥയുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ കോംപ്രമൈസ് ഒരു വ്യക്തിയെ പോയി ചൊറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് വരികൾ ചിലപ്പോൾ നല്ല വരികൾ വരാത്തതുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടാവില്ല. സ്വിച്ച് ഇട്ടാൽ കിട്ടുന്നല്ലോ വരികൾ. ഇപ്പോൾ ഇതിൽ പറയുന്നത് പോലെ ഒരു കൂലിപ്പണിക്കാരോട് എന്ന രീതിയിലൊക്കെ ബിഹേവ് ചെയ്ത് കഴിയുമ്പോൾ ആരായാലും പ്രൊവോക്ഡ് ആകും. നിർത്തിപ്പോരാൻ തോന്നുന്നു. നിർത്തുമ്പോൾ എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് മേടിച്ചു പോകുന്നുണ്ടാവും. മാത്രമല്ല ശാന്തിയുള്ള ദിനേശ് ഈ വീഡിയോ ചെയ്ത ആ കാലഘട്ടത്തിൽ, ആ ദിവസം തന്നെയല്ല, ചിലപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ബി ആർ പ്രസാദിന്റെ മകൾ ഇള പ്രസാദ് ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ശാന്തിയുള്ള ദിനേശിന്റെ ആരാധകരും ഇതിനെ ഫേക്ക് എന്നാണ് വിളിച്ചത്. പക്ഷെ ഇന്ന് ഈ ഇന്റർവ്യൂവിൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഫേക്ക് അല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇള പ്രസാദിന് ഇട്ട കമന്റാണ്. ആ കമന്റ് കൂടി വായിച്ചിട്ട് നമ്മൾക്ക് ഈ റിയാക്ഷൻ നിർത്താം. ക്ഷമിക്കണം, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാതൊന്നും സത്യമല്ല, സ്വാഭാവികം. എങ്കിലും ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഒരു ശരിയായ ധാരണ നൽകണം എന്ന് കരുതുന്നു. ശ്രീ ബി ആർ പ്രസാദ് മദ്യലഹരിയിൽ ജീവിതം സ്വയം നശിപ്പിച്ചു എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ഞങ്ങൾ കുടുംബത്തിന് അറിയില്ല. ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ഏകദേശം അങ്ങനെയാണ്, ആഘോഷത്തുമിറുപ്പിൽ ജീവിതം നശിപ്പിച്ച എന്ന രീതിയിലാണ് ശാന്തിയുള്ള ദിനേശ് ഇതിന്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ശേഷം അദ്ദേഹം വർഷങ്ങളായിട്ട് യാതൊരുവിധ ലഹരി ഉപയോഗം ഉണ്ടായിരുന്ന വ്യക്തിയല്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ കഴിവതും സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. ആരോട്? ശാന്തിയുള്ള ദിനേശനാണോ? ശ്രീ ബി ആർ പ്രസാദ് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങി എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി താങ്കൾ മാത്രമാണ്. സ്വയം വിളിച്ചു വരുത്തിയ മരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വീഡിയോ കാണുന്നവരെയും കേൾക്കുന്നവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹം യാതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുകയും ബഹുമതികൾ നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരാളുടെ ആയുസിന്റെ നീളം കണക്കുകൂട്ടി അയാളുടെ വ്യക്തിത്വം അളക്കുകയാണെങ്കിൽ നാളെ ശങ്കരാചാര്യരുടെയും യേശുക്രിസ്തുവിൻ്റെയും വരെ ജീവിതത്തെപ്പറ്റി സാർ വീഡിയോ ചെയ്യുമായിരിക്കും. തീർച്ചയായിട്ടും ചെയ്യും. അവിടെ യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തിരുന്നിട്ട് പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ശാന്തിയുള്ള ദിനേശിന്റെ കഥ വരാൻ പോകുന്നത്. ഇദ്ദേഹം പറയുന്ന സിനിമയ്ക്ക് പാട്ടെഴുതാൻ വന്ന കഥ കുറച്ചൊക്കെ ഞങ്ങൾക്ക്
കുറച്ചൊക്കെ ഞങ്ങൾ വീട്ടുകാർക്ക് നന്നായി അറിയാം. താങ്കൾ ബി ആർ പ്രസാദിന് ചികിത്സയ്ക്ക് ഒരു പൈസയും കൊടുക്കില്ല, അത് കുടുംബത്തിന് കൊടുക്കാമെന്ന് പറയുന്നത് കേട്ടു. സാറിൻ്റെ വലിയ മനസ്സിന് നന്ദി. താങ്കളുടെ യാതൊരുവിധ സഹായവും കിട്ടാതിരുന്നതിൽ ഞങ്ങളുടെ കുടുംബം ദൈവത്തോട് നന്ദി പറയുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ സഹായിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. വിധു ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. ആരാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നും എത്ര പേര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, കുഞ്ചാക്കോബനടക്കമുള്ളവർ പറയാതെ സഹായിച്ചതിനെക്കുറിച്ച് പിന്നീട് ഇവർ ജിപേയിൽ നോക്കുമ്പോൾ കുഞ്ചാക്കോവിൻ്റെ പേര് കാണുന്നുണ്ട്. അതേപോലെ ഒരു 50 രൂപ കൊടുത്തൊരു വിദ്യാർത്ഥിയുടെ കാര്യം പറയുന്നുണ്ട്. 50 രൂപ കൊടുത്ത വിദ്യാർത്ഥി എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയാണിത്, കാരണം എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് സ്വരൂപിച്ച പൈസ എടുത്തിട്ടാണ് ഞാൻ അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർ വളരെ നന്ദിപൂർവ്വം പറയുന്നുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ചെങ്കിലും താങ്കൾ നല്ലത് പറഞ്ഞ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഇത് കാണുന്ന ആളുകൾക്ക് സത്യം തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. അത് പറയാൻ പറ്റില്ല, കാരണം ശാന്തിയുള്ള ദിനേശൻ സത്യസന്ധനാണെന്നാണ് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ജീവിതവും മരണവും ഒരിക്കലും താങ്കളെപ്പോലെ ഒരാൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ബംഗ്ലാവിലൗദ ലോകോത്തര സിനിമയാണ്. ഒരുപാട് ആളുകളുടെ മനസ്സിൽ മഴത്തുള്ളി പൊഴിഞ്ഞിടുന്ന പോലെ മനോഹരമായ ഓർമ്മയായി തന്നെ നിലനിൽക്കും. ഈ വീഡിയോയിൽ കൂടിയെങ്കിലും ശ്രീ ശാന്തിയുള്ള ദിനേശിനെ ആരെങ്കിലുമൊക്കെ എന്നെന്നും ഓർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യമല്ലാത്ത കാര്യങ്ങൾ പറയാനാണെങ്കിൽ പോലും താങ്കളുടെ ഈ സമയം മാറ്റിവെച്ചതിന് കുറച്ച് പ്രയോജനമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് ബി ആർ പ്രസാദിന്റെ മകൾ ഇള പ്രസാദ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.